കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമക്കൾക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അനുഭവിച്ച ദൈവകൃപ, നാം അനുഭവിച്ച ദൈവിക സാന്നിധ്യം, ദൈവാത്മാവിൻ്റെ എല്ലാ ഗൈഡൻസിനും നമുക്ക് തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിലും സ്തോത്രം ചെയ്യാം. നാം ആയിരുന്ന ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ എല്ലായിടങ്ങളിലും ദൈവിക സംരക്ഷണത്തിൻ്റെ മറവിൽ നാം ആയിരുന്നല്ലോ. ഈ രാത്രിയിൽ ലഭിക്കുന്ന ഈ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനവും അതുപോലെ നാം മധ്യസ്ഥ അണയ്ക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിലുള്ള ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തിയും കണ്ട് സന്തോഷിക്കുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കും എന്നതിൽ സംശയമില്ല. നാം ഒരുമിച്ച് ചേർന്ന് ഈ കൂട്ടായ്മ പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. നാം ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ധ്യാനിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്ന വിഷയം ദൈവമക്കൾ ആര് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മക്കൾ ആരാണ്? സ്തോത്രം. നമുക്കൊക്കെ അറിയാം, നാം എല്ലാവരും ദൈവമക്കളാണ് എന്ന് നാം മനസ്സിലാക്കുകയും ആ നിലയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചന പ്രകാരം ദൈവത്തിൻ്റെ മക്കൾ ആരാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. ആ ചില തിരുവചന ചിന്തകളിലേക്ക് ദൈവജനത്തെ നയിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർ അവരെ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് ഈ ദൈവവചനത്തിൽ കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് ഒന്നാമത് ഈ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ എന്ന ആ പദവി അത് വളരെ വിലപ്പെട്ടതും വളരെ ശ്രേഷ്ഠവുമായ ഒന്നാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കൾ എന്നതായ പദവി അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ മക്കളെന്ന് നാം അറിയപ്പെടുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീരുക എന്നുള്ളത്. സ്തോത്രം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാനായിട്ട് കഴിയുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ യോഹന്നാൻ്റെ ലേഖനം തന്നെ 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം കാണുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളെ ഇങ്ങനെയാണ് ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നത്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മോട് കാണിച്ച വലിയ സ്നേഹം, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവി ഒരു നിസ്സാര കാര്യമല്ല, അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവമക്കളാണ് എന്ന ആ പദവിയിൽ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട്. സ്തോത്രം. നാം ഈ 1 യോഹന്നാൻ്റെ ലേഖനം തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: സ്തോത്രം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുമെന്നാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമുള്ളതായ ഒരു അവകാശമാണ് ഇവിടെ കാണുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് എന്തായിത്തീരും? നാം അവന് സദൃശന്മാരായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതായ ഒരു അവകാശം, ദൈവത്തിൻ്റെ മക്കൾക്കുള്ളതായ ഒരു പദവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താൻ ഇരിക്കും പോലെ നമുക്കവനെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് എന്തായിത്തീരുന്നു? ഹല്ലേലൂയ, അവനോട് സദൃശന്മാരായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളുടെ ഒരു പ്രത്യേക അവകാശം, ഒരു പദവിയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: സ്തോത്രം. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. അതിൻ്റെ 3-ാം വാക്യം: അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. ദൈവമക്കളുടെ ഒരു പ്രത്യേകതയാണ്
യേശു കർത്താവ് എങ്ങനെ നിർമ്മലനായിരിക്കുന്നുവോ അതുപോലെ തന്നെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. നമ്മളെ തന്നെ നിർമ്മലത ഉള്ളവരായി ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിന് നമ്മെ സമർപ്പിച്ചു കൊടുക്കുന്നത് ദൈവമക്കളുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രത്യേകതയാ ആ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അതിൻ്റെ തുടർന്ന് വാക്യങ്ങൾ വായിക്കുന്നത്, എന്നാൽ ഈ ദൈവമക്കളല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളല്ലാത്തവരാണെങ്കിൽ അവർ പാപത്തിനടിമപ്പെട്ട് പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നാം തുടർന്നുള്ള വാക്യങ്ങളിലൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നമ്മളിവിടെ ദൈവവചനത്തിൽ കാണുകയാണ്. അപ്പോൾ 2 തരം മക്കളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മക്കളും മറ്റൊന്ന് പിശാചിൻ്റെ മക്കളും. ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ്റെ ഇടയ്ക്കൊന്നില്ല. അപ്പോൾ ദൈവമക്കളെ നമ്മൾ ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിക്കണം, നാം ആരുടെ മക്കളാണ് എന്നുള്ള ഒരു ധാരണ, എന്നുള്ളതായ ഒരു ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. 2 വള്ളത്തിൽ കാലുവെച്ച് നമുക്ക് യാത്ര ചെയ്യുവാനോ ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കുവാനോ നമുക്ക് കഴിയത്തില്ല. നമുക്കൊന്നേ കഴിയത്തുള്ളൂ. ഒന്നുകിൽ നമുക്ക് പിശാചിൻ്റെ മക്കൾ എന്ന ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാം, അതല്ലെന്ന് വരിയിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് തിരുവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ നിർമ്മലനായിരിക്കുന്നുവോ അതുപോലെ തന്നെ നിർമ്മലീകരിച്ചുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു ദൈവവചന ഭാഗമാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നുവെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആർക്കുള്ളവരാണ്, നാം ആരുടെ സന്താനങ്ങളാണ്, നാം എവിടെ നിന്നാണ് ജനിച്ചത് എന്ന ഉത്തമമായ ബോധം ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കും. ഒരു ദൈവ മക്കൾ എന്ന അവകാശമുള്ള ആ പദവിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ളതായ ഒരു പ്രത്യേകതയാണ് ഹല്ലേലൂയ സ്തോത്രം ആ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം ദൈവമക്കൾ എന്ന പദവിയിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ തന്നെ നിർമ്മലീകരിച്ച് വിശുദ്ധവും നിർമ്മലവുമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അതല്ലെന്ന് വരിയിൽ നാം പിശാചിൻ്റെ മക്കളായിത്തീരും എന്ന് ദൈവനും നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ഈ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഹല്ലേലൂയ. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാത്തവൻ, ഇവരാരും ദൈവത്തിൽ നിന്നുള്ളവരല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുക. സ്തോത്രം. പലപ്പോഴും ഇങ്ങനെ ആഴത്തിലുള്ളതായ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ വെളിപ്പെടുത്തി തരുമ്പോൾ അതിനോട് വലിയ സ്വീകാര്യതയില്ലാതെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമുക്ക് വളരെ രസകരമായി തോന്നുന്ന കാര്യങ്ങളെ നമുക്കൊരു പക്ഷേ പെട്ടെന്ന് സ്വീകരിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരാം. നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ആത്മാവിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവവചനത്തിന് കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ദൈവപൈതലായി വിശുദ്ധവും നിർമ്മലവുമായ ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ആരാണ് എന്ന ഉത്തമമായ ഒരു ബോധം, ഹല്ലേലൂയ, ആ വലിയ ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ വളരെ നിർമ്മലതയോടെ ദൈവമുഖം അന്വേഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വാഗ്ദത്തപ്രകാരം ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന്. വാഗ്ദത്തപ്രകാരം ജനിച്ചവർ അവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ, അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആരാണ് ദൈവമക്കളായി തീരുന്നത്? ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്, യേശുക്രിസ്തുവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി, നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആരും ദൈവമക്കൾ എന്ന അവസ്ഥയിൽ എത്തുകയില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ നാം പാരമ്പര്യത്തിൽ നിൽക്കുന്ന അനുഭവങ്ങൾ ജീവിക്കുന്നത് കൊണ്ടോ നമ്മൾ ആരും ഒരു ദൈവപൈതലായി തീരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നാം ദൈവമക്കളായി തീരണമെങ്കിൽ ദൈവ പൈതലായി തീരണമെന്ന് വരിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഓർമ്മിപ്പിച്ചതുപോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിൻ്റെ താഴെ ഭാഗത്ത് പറയുന്നുണ്ട്, 13-ാം വാക്യത്തിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആരുടെ ഇഷ്ടങ്ങളാൽ ജനിക്കുന്നതല്ല, ആരുടെയും താല്പര്യപ്രകാരം ജനിക്കുന്നതല്ല, മറ്റുള്ളവരുടെ തീരുമാനപ്രകാരമല്ല. പിന്നെ എങ്ങനെ? അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകതയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നത്. എത്രയോ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. നമ്മുടെ പിതാവാരാ? നമ്മുടെ പിതാവ് നമ്മുടെ സ്വർഗീയ പിതാവ്. സ്തോത്രം. അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന് നമ്മളെ സ്നേഹിച്ച ആ മഹാസ്നേഹമൊന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാ. വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഗലാത്യ ലേഖനം നമ്മൾ എടുക്കുന്ന സമയത്ത്, ആ ഗലാത്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ മാത്രമാണ് ഒരാൾക്ക് ദൈവ പൈതലായി തീരുവാൻ കഴിയുന്നത്, ദൈവ മക്കളായി തീരുവാൻ കഴിയുന്നത്. ആ ഗലാത്യ ലേഖനം തന്നെ അതിൻ്റെ ഈ 3-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ഹല്ലേലൂയ. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഒരു ദൈവപൈതലായി തീരുമ്പോൾ, നാം വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെ മക്കളായി തീരുകയാണ്. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. സ്തോത്രം. നമ്മൾ ഇതുവരെ ശിശുക്കളായിരുന്നിരിക്കാം. ഹല്ലേലൂയ. ശിശുപാലകർക്ക് കീഴ്പ്പെട്ടവരായിരുന്നിരിക്കാം. എന്നാൽ അവകാശികളായി തീർന്നു കഴിഞ്ഞാൽ നാം സകലത്തിനും അവകാശികളായി തീരുകയാണ്. സ്വർഗീയ പിതാവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത സകലത്തിനും നാം അവകാശികളായി തീരുകയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ഒരു ദൈവപൈതലായി തീരുമ്പോൾ അവൻ ആരുടെ അവകാശികളായി തീർന്നു? സ്വർഗീയ പിതാവിന്. ഹല്ലേലൂയ. അവൻ്റെ പുത്രത്വത്തിന് നമ്മെ അവകാശികളാക്കി തീർക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നാം ക്രിസ്തുവിനുള്ളവരാണ്. ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണത്. സ്തോത്രം. നാം വാഗ്ദത്ത പ്രകാരം ജനിച്ചവരായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഇനിയും റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ആരാ ദൈവത്തിൻ്റെ മക്കൾ? വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് ഈ ദൈവവചന ഭാഗം നമ്മളെ ആഴത്തിൽ ഓർമ്മിപ്പിക്കുക. സ്തോത്രം. ഇതെവിടെ, ഏത് സന്ദർഭത്തിലാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൽ 1 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷീകരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രത്യേകത നോക്കിക്കേ.
ഇവരാരും ദൈവത്തിന്റെ മക്കളായി തീർന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ തന്റെ സ്വന്തം ജനത്തെക്കുറിച്ച്, ഹല്ലേലൂയ, യഹൂദ പാരമ്പര്യത്തെക്കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവർ ഇസ്രായേല്യരാണ്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും ഇതൊന്നും നമുക്ക് നേരിട്ട് ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. തിരുവചനം പറയേണ്ടത് നാം കാട്ടൊലിവായിരുന്നു. ഹല്ലേലൂയ. നമ്മെ ഒട്ടിച്ച് ചേർത്തതാണ്. നാം തള്ളപ്പെട്ടവരായിരുന്നു. ഹല്ലേലൂയ. ആർക്കും ദയ തോന്നുവാൻ സാധ്യതയില്ലാതെ, ഒരു കണ്ണിനും ദയയില്ലാതെ, ഹല്ലേലൂയ, തള്ളപ്പെട്ടവരായ നമ്മെ ചേർക്കുവാൻ കർത്താവിന് നമ്മോട് മനസ്സ് തോന്നി. സ്തോത്രം. ആ മഹാദയത്ര. ദൈവമക്കളെ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളെക്കാൾ ബുദ്ധിമാന്മാർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, ശ്രേഷ്ഠന്മാർ ഈ ദൈവവചനത്തിൻ്റെ ഈ സത്യം ഗ്രഹിക്കുവാൻ കഴിയാതെ പോയപ്പോൾ, അനേകരുടെ കണ്ണ് ആ നിലകളിൽ കുരുടായി പോയപ്പോൾ, ഹല്ലേലൂയ, എളിയവരായ നമുക്ക് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, ഹല്ലേലൂയ, ഈ വലിയ ദൈവമക്കൾ എന്ന പദവിയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കിയെങ്കിൽ അത് എത്രയോ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. സ്തോത്രം. അവർ ഇസ്രായേല്യരാണ്. പുത്രത്വവും തേജസ് നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. എന്നിട്ട് പോലും അവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള അവകാശം ലഭിക്കുന്നില്ല. അവർ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രയേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി, വളരെ അടിവരയിട്ട്, വളരെ ആഴമായി നമ്മളെ ഒരു സത്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടൊന്നും അവർ ദൈവമക്കളായി തീരത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ എന്തെങ്കിലും പാരമ്പര്യത്തിൽ നമുക്ക് പുകഴുവാനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, നമ്മുടെ കുടുംബക്കാർ നമ്മുടെ പള്ളികളിൽ നിൽക്കുന്ന സ്ഥലമോ നമ്മുടെ സഭകളിൽ നിൽക്കുന്ന സ്ഥലമോ വിട്ടുകൊടുത്തതുകൊണ്ടോ, നമ്മുടെ കുടുംബം ആ നിലകളിൽ ദൈവസഭയ്ക്കോ ദേശത്തിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്തതുകൊണ്ടോ, അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറപ്പെട്ടതോ, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ ഒന്നും ഒരാള് ദൈവപൈതരായി തീരത്തില്ല. സ്തോത്രം. ഒരാൾക്ക് ദൈവപൈതരായി തീരണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി തിരുവചനം ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ടതായ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ടതായ അതേ ദൈവവചനം ദൈവത്തിന്റെ അതേ ആത്മാവിൽ നമുക്ക് വിവേചിച്ചു തരുമ്പോൾ, ആ ദൈവവചനപ്രകാരം ഒരാള് ക്രിസ്തുവിലായി തീരുന്നില്ലെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയായി തീരത്തില്ല. അതുകൊണ്ടാണ് അതിനുള്ള വ്യവസ്ഥകൾ വെച്ചത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആഴത്തിൽ ഇത് പറയുവാനിടയായി തീരുന്നത്. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, വളരെ ആഴത്തിൽ ഒന്ന് ഗ്രഹിക്കുവാൻ തക്കവനിടയായി തീരണം. സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, സ്തോത്രം, ഹൃദയം കൊണ്ട് നീ നീതിക്കായി വിശ്വസിക്കണം, വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണമെന്ന്. എന്താണ് രക്ഷയ്ക്കായി ഏറ്റുപറയേണ്ടത്? യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയണം. ദൈവവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് നമുക്ക് വിശ്വസിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, ആമേൻ, സ്തോത്രം, നമ്മുടെ രക്ഷകനാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയൂ. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നീതിക്കായിട്ടാണ് വിശ്വസിക്കുന്നത്. അതൊരു നീതിയാണ്. വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയണം. സ്തോത്രം. അതിനുശേഷം കർത്താവിന്റെ വചനമനുസരിക്കണം, ദൈവകൽപ്പന അനുസരിക്കണം, ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് അനേകര്, ഹല്ലേലൂയ, വ്യതിചലിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നാം ജീവിക്കുന്ന ചുറ്റുപാട്, ലോകത്തിന്റെ സംഭവങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിൽ വിളിച്ചു കാണിക്കുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ തലകളെ ഉയർത്തി നോക്കുവാൻ, കൊയ്ത്തിൻ നിരങ്ങളിൽ വിളഞ്ഞിരിക്കുന്നത് തലകളെ ഉയർത്തി നോക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം നമ്മോട് സംസാരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ മാംസപ്പലയിൽ ഈ വചനം എഴുതപ്പെടുവാനിടയായി തീരട്ടെ. ഇന്ന് രാത്രി നമുക്കൊന്ന് തിരിച്ചറിവുണ്ടാകണം. നാം ദൈവമക്കൾ എന്ന ആ പദവിയിൽ നമുക്കായിത്തീരുവാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സ്തോത്രം. ദൈവമക്കളാണെങ്കിൽ അവൻ പാപത്തിന് അടിമപ്പെടുകയില്ല, പാപജീവിതം നയിക്കുവാൻ ഇടയായിത്തീരുകയില്ല, ദൈവിക വ്യവസ്ഥയോട് അനുസരണക്കേട് കാണിക്കുകയില്ല, ദൈവിക വ്യവസ്ഥയോട് അനുസരണമുള്ളവരായി തീരുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 9-ാം വാക്യത്തിൽ വായിച്ച്, ഇസ്രായേല്യർ എന്നും അബ്രഹാമിന്റെ സന്തതിയായ എല്ലാവരും മക്കളെന്നും വരികയില്ല, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെയാണ് സന്തതി എന്ന് എണ്ണുന്നത്. ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ദൈവശബ്ദത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം.
നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും നമുക്കൊന്ന് പരിശോധിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇടയായി തീരട്ടെ. സ്തോത്രം. ഈ റോമാലേഖനം അത് 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നുണ്ട് ആരാണ് ദൈവമക്കൾ എന്നുള്ളത്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ, അടുത്തത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആരാണ് ദൈവത്തിൻ്റെ മക്കൾ? ദൈവത്തിൻ്റെ ആത്മാവ് നടത്തപ്പെടുന്നവരായിരിക്കും ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ആത്മാവിനാലായിരിക്കും അവർ നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമുക്ക് ഗൈഡൻസ് തരും, നമുക്ക് ആലോചന പറഞ്ഞു തരും. എന്ത് ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് പരിശുദ്ധാത്മാവെന്ന ഈ നല്ല കാര്യസ്ഥൻ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നാം ദൈവമക്കളായി തീരുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഹല്ലേലൂയ പങ്കുവെച്ചതിന് ശേഷം ഞാൻ ഈ ദിവസത്തെ ചിന്തകളെ അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഈ റോമാലേഖനം തന്നെ അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം ദൈവമക്കളാണെന്ന് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. നാം ആരാ? നാം ദൈവമക്കളാണ് എന്ന ഒരു ഒരു നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്ന ദൈവാത്മാവിൻ്റെ ആ ശബ്ദം നമ്മുടെ അന്തരാത്മാവിൽ കേൾക്കുവാനിടയായിത്തീരും. ഇന്ന് ഈ ദൈവവചനം കേട്ട ദൈവത്തിൻ്റെ പൈതലെ, ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ ആലോചനയാൽ നടത്തപ്പെടുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നാം നമ്മെ ഒന്ന് പരിശോധിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളെ ബുദ്ധി ഉപദേശിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കാം, നമ്മളെ ദൈവത്തിനെ ഒന്ന് ശോധന ചെയ്യാം, ദൈവകരങ്ങൾ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നാം ദൈവമക്കൾ എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി നാം ദൈവ പൈതലായി തീർന്നില്ലെങ്കിൽ, ദൈവമക്കളെന്ന ആ പദവി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, നമുക്കൊന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അനുദിനം പുതുക്കത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ ചിന്തകളെ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.